നമസ്കാരം. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണമാണ്. ഇടക്കാല ബജറ്റിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാജ്യം. ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ കുറയുമെന്നത് ഒരു പഴയ ചിന്താഗതിയാണ്. കഴിഞ്ഞ 20 കൊല്ലങ്ങളിലെ 4 ഇടക്കാല ബജറ്റുകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ജസ്വന്ത് സിംഗ്, പ്രണബ് മുഖർജി, പി ചിദംബരം, പീയൂഷ് ഗോയൽ ഇവരൊക്കെയും ഇടക്കാല ബജറ്റിന്റെ അതുവരെ ഉണ്ടായിരുന്ന ഗ്രാമറുകളെയൊക്കെ ആകെ മാറ്റിമറിച്ചവരാണ്. നികുതി ഇളവും വമ്പൻ പ്രഖ്യാപനങ്ങളും ഒക്കെ ആ ഇടക്കാല ബജറ്റുകളിൽ രാജ്യം കണ്ടിട്ടുമുണ്ട്. വീണ്ടും ഒരു ഇടക്കാല ബജറ്റ് വരുമ്പോൾ എന്തു സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ അതിൽ എന്തുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് എന്തില്ല എന്ന് തന്നെയാവും ചർച്ചയാകുക. ആസന്നമായിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. കേരള വിഷൻ ന്യൂസ് ചർച്ച ചെയ്യുകയാണ് വകയിരുത്തൽ പ്രചാരണത്ത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിരവധിയായിട്ടുള്ള അതിഥികളുണ്ട്. അവരെ പരിചയപ്പെടാം. ബിന്ദു വയലാറുണ്ട്, ഫ്രണ്ട്സ് ഓൺ റെയിൽ യാത്രക്കാരുടെ ആ ഒരു ഇതിൽ അംഗമാണ്. എം ജയന്തനുണ്ട്, പ്രൊഫസർ എ ജി ജോർജ് ഉണ്ട്, രാഷ്ട്രീയ നിരീക്ഷകനാണ്. സി എ ചാക്കുണ്ണിയുണ്ട്, GST ബന്ധപ്പെട്ട സാമ്പത്തിക വിദഗ്ധനാണ്. അജിത് തോമസ് ഉണ്ട്, BJP പ്രതിനിധിയാണ്. ആദ്യം സി ചാക്കുണ്ണിയിലേക്ക് പോവുകയാണ്. ശ്രീ സി ചാക്കുണ്ണി,